മക്കളങ്ങനെ 2025 നീറ്റിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. നീറ്റ് 2025 രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ്. 2025 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കും. അപ്പൊ അതിൽ ആദ്യം ഒരു സംശയം ഉണ്ടാവും, നീറ്റ് ആരൊക്കെയാണ് എഴുതേണ്ടത്? ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് MBBS പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് MBBS പഠിക്കണമെങ്കിൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് BDS പഠിക്കണമെങ്കിൽ, ആയുഷ് കോഴ്സസ് അഥവാ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ കോഴ്സസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും, അത് 15% ഓൾ ഇന്ത്യ കോട്ടയിലായിക്കോട്ടെ, 85% സ്റ്റേറ്റ് കോട്ടയിലായിക്കോട്ടെ, ഒക്കെ നീറ്റ് എഴുതണം. ഇനി അലൈഡ് കോഴ്സ്, എല്ലാ അലൈഡ് കോഴ്സും ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് BSc അഗ്രികൾച്ചർ പഠിക്കേണ്ട ഒരു കുട്ടിക്ക് 85% സ്റ്റേറ്റിലെ സീറ്റും നീറ്റിന്റെ റാങ്ക് അനുസരിച്ചാണ്. ബാക്കി 15% ഓൾ ഇന്ത്യ കോട്ടയുടെ സീറ്റ് ഐക്കർ എക്സാം വഴിയാണ്. അത് നിങ്ങൾ CUET ചെയ്താൽ മതി. അപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് 85% സീറ്റും നീറ്റ് വഴിയാണ്. അപ്പൊ അലൈഡ് കോഴ്സസിന്റെ കുറെയൊക്കെ സീറ്റുകൾ ഇതിൽ വരും. 85% സീറ്റുകളും സ്റ്റേറ്റിന്റേത് നീറ്റ് വഴിയാണ്. അതുപോലെ BSc നഴ്സിംഗ് എല്ലായിടത്തല്ല, മിലിറ്ററി നഴ്സിംഗ് സർവീസ് പോലുള്ള സ്ഥലങ്ങളിൽ, ഇപ്പൊ എയിംസിന്റെ BSc നഴ്സിംഗിന് നീറ്റിന്റെ ആവശ്യമില്ല. മിലിറ്ററി നഴ്സിംഗ് സർവീസ്, അതുപോലെ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ നഴ്സിംഗ്, അതിനൊക്കെ ആയിട്ട് ഇപ്പൊ ജിപ്മറിന്റെ നഴ്സിംഗ് ഒക്കെ നീറ്റിന്റെ റാങ്ക് വഴിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നീറ്റ് എഴുതേണ്ടത്. അപ്പൊ നീറ്റ് ആർക്കാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ രണ്ടാമത്തെ സെഷനിൽ നോക്കാം, എലിജിബിലിറ്റി. നീറ്റ് ആർക്കൊക്കെ എഴുതാം? +2 സയൻസോട് കൂടി പാസ്സായ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോടെക്നോളജി പഠിച്ച, അങ്ങനെ +2 ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ പാസ്സായവരോ, ഈ രണ്ടു കൂട്ടർക്ക്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പറ്റും, പാസ്സായവർക്കും പറ്റും. അത് ഏത് വർഷം പാസ്സായതായാലും കുഴപ്പമില്ല. അതാണ് എലിജിബിലിറ്റി. +2 ആണ് എലിജിബിലിറ്റി. അപ്പൊ ഏജ് ലിമിറ്റ് നോക്കുക. ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? ബോൺ ഓൺ ഓർ ബിഫോർ, അതായത് 2008 ഡിസംബർ 31 അതിന് മുമ്പോ ജനിച്ചവര്, അതിനുശേഷം ജനിച്ചവരല്ല. അതായത് കോഴ്സ് തുടങ്ങുന്ന വർഷം 17 വയസ്സ് തികഞ്ഞിരിക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഏജ് വെച്ചിരിക്കുന്നത്. ലോവർ ഏജ് ലിമിറ്റേ ഉള്ളൂ, 17 വയസ്സായിരിക്കണം. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 17 വയസ്സായിട്ടുണ്ടാവണം, എവിടെ? MBBS പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ലോവർ ഏജ് ലിമിറ്റേ ഉള്ളൂ, നോ അപ്പർ ഏജ് ലിമിറ്റ്. ഉയർന്ന പ്രായപരിധി ഇല്ല, ഏത് പ്രായക്കാർക്കും എഴുതാം. പക്ഷെ ലോവർ ഏജ് ലിമിറ്റ് ഉണ്ട്, മിനിമം 17 വയസ്സാവണം. അതായത് സിമ്പിളായി പറഞ്ഞാൽ 2008 ഡിസംബർ 31 മുമ്പോ അല്ലെങ്കിൽ ആ തീയതിയിലോ, അത് ഉൾപ്പെടെ അതിനു മുമ്പോ ജനിച്ചവരാവണം. 2008 ഡിസംബർ 31 ശേഷമുള്ളവരായിരിക്കരുത്. റൈറ്റ്. ഇനി എക്സാം എങ്ങനെയാണ്? ഈ എക്സാം, നീറ്റ് എക്സാം ഇപ്രാവശ്യവും പെൻ ആൻഡ് പേപ്പർ ആണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, ഓൺലൈൻ അല്ല, പെൻ ആൻഡ് പേപ്പർ ആണ്. 180 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മുമ്പുണ്ടായിരുന്ന ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി, മുമ്പ് ഞാനത് അപ്ഡേറ്റ് ഒക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ്. 180 ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സ് 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രി 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ബോട്ടണി 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും, സോളജി 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ 180 ക്വസ്റ്റ്യൻ ആണ്. 180 മിനിറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ആണ്. അതൊക്കെ നിങ്ങൾക്കറിയാം. എക്സാമിന്റെ പാറ്റേൺ ഒക്കെ പിന്നീട് നമ്മൾ പറയും. നിങ്ങൾ ഒരു ശരി ഉത്തരമാണെങ്കിൽ 4 മാർക്ക് കിട്ടും. ഒരു ഉത്തരം തെറ്റിയ -1 ആണ്. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് പോകില്ല, 0 ആണ്. റൈറ്റ്. അപ്പൊ ശരിയായാൽ 4 മാർക്ക്, തെറ്റിയാൽ -1. എക്സാമിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പിന്നീട് പറയാം. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം. അതുപോലെ സിംഗിൾ ഡേ സിംഗിൾ ഷിഫ്റ്റ് ആണ്. മെയ് 4-ാം തീയതിയാണ് എക്സാം. മെയ് 4-ാം തീയതിയാണ്. മെയ് 4-ാം തീയതി 2 മണി തുടങ്ങി 5 മണി വരെയാണ് ഇന്ത്യയിൽ ഒട്ടാകെ. അതായത് പല സമയത്ത് പല പാറ്റേൺ ആയിട്ടല്ല, ഒറ്റ ഷിഫ്റ്റ് ആണ്, ഒറ്റ ഡേയിലാണ്. എല്ലാവരും ഒരേ സമയത്താണ് എക്സാം എഴുതേണ്ടത്. മെയ് 4-ാം തീയതിയാണ്. അപ്പോ ആരാണ് നീറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് എലിജിബിലിറ്റി എന്നുള്ളത് പറഞ്ഞു. ഇനി ഷെഡ്യൂൾ എന്ന് തൊട്ടാണ് രജിസ്ട്രേഷൻ? ഫെബ്രുവരി 7-ാം തീയതി തുടങ്ങുന്നു. എന്ന് വരെ ഉണ്ടാവും? മാർച്ച് 7 വരെ ഉണ്ടാവും. മാർച്ച് 7 രാത്രി 11:50 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ ഫീ പേ ചെയ്യേണ്ട സമയവും മാർച്ച് 7-ാം തീയതി 11:50 വരെ രാത്രിയാണ്. കറക്ഷൻ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ തെറ്റുകൾ വരുത്താതെ നോക്കുക. എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് പിന്നീടാണ്. സോ ബേസിക് ഡീറ്റെയിൽ, പേര് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ തിരുത്താൻ സമ്മതിക്കാറില്ല എന്ന് പറയുമെങ്കിലും പിന്നീട് വരുമ്പോൾ കറക്ഷനിൽ ചിലത് സമ്മതിക്കും, ചിലത് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടതില്ല. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും എറർ വന്നാൽ കറക്റ്റ് ചെയ്യാനുള്ള സമയം മാർച്ച് 9 തുടങ്ങി മാർച്ച് 11 വരെയാണ്. ഈ 9, 10, 11 ദിവസങ്ങളിലാണ്. ഇത് ശ്രദ്ധിക്കുക. ഈ ഒരു ഡേറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ലേസി ആവണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചേ ഫില്ല് ചെയ്യാവൂ. റൈറ്റ്. ഇനി ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ്? ഇതൊന്നും റീഫണ്ടബിൾ അല്ല കേട്ടോ. രജിസ്ട്രേഷൻ ഫീ ആണ്, നോൺ റീഫണ്ടബിൾ ആണ്, അടച്ചാൽ അടച്ചത് തന്നെ. റൈറ്റ്. ജനറൽ കാറ്റഗറി 1700 രൂപ അടയ്ക്കണം. എന്നാൽ നേരെ തിരിച്ച് EWS കാറ്റഗറിയോ
OBC NCL കാറ്റഗറി ആണെങ്കിൽ 1600 രൂപ അടച്ചാൽ മതിയാവും. SC കാറ്റഗറി, ST കാറ്റഗറി, തേർഡ് ജെൻഡർ കാറ്റഗറി, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരൊക്കെ 1000 രൂപ അടച്ചാൽ മതിയാവും. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് സെന്റർ ആവശ്യപ്പെടുന്നവര്, ഇന്ത്യയിലെ സെന്ററുകൾ ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ സെന്റർ ആവശ്യപ്പെട്ടാൽ 9500 രൂപയാണ് ഫീ ഉണ്ടാവുക. റൈറ്റ്. അപ്പൊ എക്സാമിന്റെ ഡേറ്റും പറഞ്ഞു. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽ, ആപ്ലിക്കേഷന്റെ സ്റ്റെപ്സ് ഏതാണ് എന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൂടി ഓർമ്മിപ്പിക്കാം. ഇനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. രജിസ്ട്രേഷന്റെ സ്റ്റെപ്സ് നോക്കുക. ആദ്യം നിങ്ങൾ neet.nta.nic.in എന്നുള്ള സൈറ്റിൽ കയറുക. ആ സൈറ്റിൽ സ്റ്റെപ്പ് 1 എന്താണ്? ന്യൂ രജിസ്ട്രേഷൻ ആണ്. അതായത് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നും ന്യൂ രജിസ്ട്രേഷൻ എന്നും 2 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ആ രജിസ്ട്രേഷനിൽ നിങ്ങളുടെ ഇമെയിലും മൊബൈൽ നമ്പറും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ബേസിക് ഡീറ്റെയിൽ കൊടുത്താൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ വരും. അങ്ങനെ സിസ്റ്റം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡും, നിങ്ങളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ സ്റ്റെപ്പിൽ രജിസ്ട്രേഷനിൽ നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ബേസിക് ഡീറ്റെയിൽ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും കിട്ടും, നിങ്ങളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷനായി. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണ്. ഇനി നിങ്ങൾ പുറത്ത് ലോഗൗട്ട് ആവുകയാണെങ്കിൽ തിരിച്ച് ഇത് ഉപയോഗിച്ച് വരാം. എന്നിട്ട് ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യാം. സ്റ്റെപ്പ് 2 എന്താ? സ്റ്റെപ്പ് 2 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കുറേ ഡീറ്റെയിൽ, ഒരുപാട് പേജസ് ആണ്. അപ്പോൾ ഓരോ പേജും ഫില്ല് ചെയ്യുക, അതിൽ തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക, അടുത്ത പേജിലേക്ക് പോവുക, അവിടെയും പ്രോസസ് ചെയ്യുക, സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണും ഓരോ സ്റ്റെപ്പുകൾ, ഏതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏതൊക്കെ കംപ്ലീറ്റ് അല്ല എന്നുള്ളത് കാണാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാം. എപ്പോഴും നല്ലത് ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഒരു കഫയിൽ പോയി ചെയ്യുക. മൊബൈലിൽ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. മൊബൈലിൽ നിങ്ങൾക്ക് ഇത് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽ, ആധാർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഡിജി ലോക്കർ, ഇവിടെ ആധാർ ID ചോദിക്കുന്നുണ്ട്. അത് ഉള്ള യെസും നോയും ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാൻഡേറ്ററി അല്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആധാർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡിജി ലോക്കർ ഉപയോഗിച്ചൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇനി ഒരു പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ പേര്, പേരൻസിന്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചോദിക്കും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഓരോ പേജുകളാണ്. അതിലൊന്നിലധികം ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 13ഓളം ലാംഗ്വേജുകളിൽ ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് മലയാളം. മലയാളം ഉൾപ്പെടെ 13ഓളം ലോക്കൽ ലാംഗ്വേജുകളിൽ ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഈ എല്ലാ ലോക്കൽ ലാംഗ്വേജിന്റെ ഒപ്പവും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇംഗ്ലീഷ് മാത്രമായിട്ടും ഉണ്ടാവും, ഇംഗ്ലീഷ് പ്ലസ് ലോക്കൽ ലാംഗ്വേജ് ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അല്ലാതെ മലയാളം മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾ മലയാളം ചൂസ് ചെയ്താലും ഹിന്ദി ചൂസ് ചെയ്താലും അതിന്റെ ഒപ്പം ഇംഗ്ലീഷ് ഉണ്ടാവും. ഇംഗ്ലീഷ് മാത്രമായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏറ്റവും ബെറ്റർ ഈ ഇംഗ്ലീഷ് മാത്രം ചൂസ് ചെയ്യുകയാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബെറ്റർ അതായിരിക്കും. റൈറ്റ്. ഇനി എക്സാം സെന്റേഴ്സ്. എക്സാം സെന്റർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ചൂസ് ചെയ്യാമെന്ന് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. 3 സെന്ററുകൾ ചൂസ് ചെയ്യാം. അപ്പൊ ആ 3 സെന്ററുകൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ ഉള്ളതായിരിക്കണം. അതായത് നിങ്ങൾ പ്രസന്റ് അഡ്രസ് ആയിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ് ആയിട്ട് കൊടുക്കുന്നതോ ആയിട്ടുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതേ കിട്ടൂ. അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സെന്ററുകൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. ഇനി കേരളത്തിൽ തന്നെ ഏകദേശം 16ഓളം സെന്ററുകളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെ സെന്റർ ഉണ്ട്. 16ഓളം സെന്ററുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 സെന്റർ, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിരിക്കുന്ന 3 സെന്റർ ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ചോദിക്കും. 10th ഡീറ്റെയിൽസ്, 10th മാർക്ക്, +2 ഡീറ്റെയിൽ, +2ന്റെ മാർക്ക്, അങ്ങനെ ചോദിക്കും. പിന്നെ ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് കോഡാണ് അതിലുണ്ട്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കോഡ് 1 ആണ്, +2 പാസ്സായ കുട്ടിയാണെങ്കിൽ കോഡ് 2 ആണ്. അങ്ങനെ കുറെ കോഡുകൾ ഉണ്ടൊക്കെ. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. പിന്നെയുള്ളത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആണ്. ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പിന്നീട് അടുത്ത സെഷനിൽ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയായി പറയാം. അപ്പൊ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ സ്റ്റെപ്പ് 2. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്തു. റൈറ്റ്. ഇനി നിങ്ങൾ സ്റ്റെപ്പ് 3ക്ക് വരിക. സ്റ്റെപ്പ് 1ൽ രജിസ്ട്രേഷൻ ചെയ്തു, സ്റ്റെപ്പ് 2ൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും കൊടുത്തു, സ്റ്റെപ്പ് 3ൽ നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യും. ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1700, EWS അല്ലെങ്കിൽ NCL ആണെങ്കിൽ 1600. അങ്ങനെ ആ ഫീസ് ഡീറ്റെയിൽ നിങ്ങൾ കൊടുക്കും. ഓക്കെ. ആ ഫീസ് ഡീറ്റെയിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി, സബ്മിറ്റ് ആയി, പ്രിവ്യൂ ഒക്കെ നോക്കി ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് കിട്ടും. ഈ കൺഫർമേഷൻ പേജ് നിങ്ങളുടെ ഇമെയിലും വരും. അപ്പൊ നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം, ഇമെയിലും ഒരു കോപ്പി സൂക്ഷിച്ചു വെക്കാം. റീസൺ, പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫോം ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്. ഇമെയിൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കട്ടെ. പ്രിന്റ് ഔട്ട് ആണെങ്കിൽ അതിന്റെ ഒരു കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും വേണം. ഇതാണ് നിങ്ങളുടെ രജിസ്ട്രേഷന്റെ സ്റ്റെപ്പ്.
ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് വായിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്നതേ ഉള്ളൂ. ഒരു കഫയിൽ പോയിട്ടാണെങ്കിൽ അവർ കൂടി സഹായിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഏതൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ളതിലേക്ക് കൂടി വരാം. അടുത്തത് ഇനി ഡോക്യുമെന്റ്സ് ആണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കാര്യത്തിൽ നമ്മൾ ജിയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞിരുന്നു. നേരെ ഫ്രണ്ടിൽ നിന്നെടുത്ത ഫോട്ടോ ആയിരിക്കണം, ചെരിഞ്ഞതൊന്നും ആയിരിക്കരുത്. രണ്ട് ചെവിയും കാണുന്ന വിധത്തിൽ നേരെ ഫ്രണ്ടിൽ നിന്ന്, അതായത് ചെവി മറയ്ക്കുന്ന രീതിയിലുള്ള ഷോളുകൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ ക്യാപ്പ് വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാതിരിക്കുക. പിന്നെ കണ്ണട വെച്ചിട്ട് എടുക്കുന്നതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ഗ്ലെയർ ഉണ്ടാവരുതെന്ന് മാത്രം. കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണട വെച്ച് ഫോട്ടോ എടുക്കാം. അതിന്റെ താഴെ പേരും ഡേറ്റും ഒന്നും വെക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നോർമൽ ഫോട്ടോ വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നോർമൽ ഫോട്ടോസ് മതി. അപ്പൊ അങ്ങനെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ അതിന്റെ പോസ്റ്റ് കാർഡ്. ഇത് നിങ്ങൾ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ അവർ പോസ്റ്റ് കാർഡ് വേറെയും പാസ്പോർട്ട് സൈസ് വേറെയുമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഇമേജ് തരും. അപ്പൊ ഇത് രണ്ടും വേണം. 10 to 200 KB സൈസിൽ നിൽക്കണം ഓരോന്നും. ഓക്കെ, അപ്പൊ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമല്ല പോസ്റ്റ് കാർഡും വേണം. ഇനിയുള്ളത് സിഗ്നേച്ചർ ആണ്. നിങ്ങളൊരു വൈറ്റ് ഷീറ്റിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 10 to 50 KB. അത് നിങ്ങളൊരു കഫേയിലൊക്കെ പോയാൽ അവർ ചെയ്തു തരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാനർ ഉപയോഗിച്ച് ചെയ്യാം. റൈറ്റ്. നാലാമത്തേത്, ഈ പ്രാവശ്യം ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് രണ്ട് കൈയുടെയും ഫിംഗേഴ്സ് ആൻഡ് തമ്പ് എന്നാണ്. അതായത് നിങ്ങൾ 10 വിരലും ഒരു ഷീറ്റിലേക്ക് നിങ്ങൾ 10 വിരലിലും ഇങ്ക് പതിപ്പിച്ചതിന് ശേഷം ഓരോന്നായിട്ടല്ല, 10 വിരലിന്റെയും ഇംപ്രഷൻ ഒന്നിച്ചൊരു ഷീറ്റിൽ എടുക്കണം. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു ഷീറ്റ് എടുത്ത് വെച്ചാൽ നിങ്ങൾ 10 വിരലുകളിലും ഇങ്ക് ആക്കിയതിന് ശേഷം ആ 10 വിരലും ആ ഇതിൽ പ്രസ് ചെയ്യുക പേപ്പറിൽ, എന്നിട്ട് ആ പേപ്പർ സ്കാൻ ചെയ്യുക. അപ്പൊ ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, അവരതിന്റെ റെപ്ലിക്ക കാണിച്ചിരിക്കുന്നിടത്ത് തമ്പ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അത് മേ ബി കഴിഞ്ഞ വർഷത്തേത് റെപ്ലിക്ക ആയിട്ട് കാണിച്ചതാവാം. പക്ഷെ ഇപ്രാവശ്യം അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് പ്ലസ് തമ്പ് 10 വിരലിന്റേതും വേണം. അതെല്ലാം കൂടെ ചേർത്ത് ആ ഷീറ്റ് സ്കാൻ ചെയ്യുക. 10 to 200 KB സൈസിൽ നിൽക്കണം. ഓക്കെ, ഇനി അഞ്ചാമത്തേത് 10th മാർക്ക് ഷീറ്റ് ആണ്. അതേപോലെ ആറാമത്തേത് 10th സർട്ടിഫിക്കറ്റ്. അതായത് ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തെളിയിക്കാനുള്ള ആ ഒരു പേജിൻ്റെതാണ് 10th സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഏഴാമത്തേത് അഡ്രസ് പ്രൂഫ് ആണ്. നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫിൽ നിങ്ങളുടെ ആധാർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, അതിൽ പാസ്പോർട്ട് ഉപയോഗിക്കാവുന്നതാണ്, ലൈസൻസ് ഉപയോഗിക്കാവുന്നതാണ്, ഒക്കെ ഉപയോഗിക്കാം. റൈറ്റ്. ഇനി എട്ടാമത്തേത് റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നിങ്ങൾ NCL കാറ്റഗറി ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് വേണം, EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വേണം, ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ UDID കാർഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവണം. ഇനി അതേപോലെ തന്നെ SC ST കാറ്റഗറി ഒക്കെ ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. റൈറ്റ്. അപ്പോ ഇപ്പൊ OBC NCL ആണെങ്കിൽ, അതുപോലെ EWS ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ, SC ST ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ വേണം. ഇതൊക്കെ എവിടെ നിന്നാണ്? താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. ഇത് വില്ലേജിലേതല്ല, തഹസിൽദാരോടുള്ളതായിരിക്കണം. താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിനെ വാലിഡിറ്റി ഉള്ളൂ, അതും ഓർക്കുക. അതാണ് എട്ടാമത്തെ ഡോക്യുമെന്റ്. അപ്പൊ നിങ്ങൾ NCL ആണെങ്കിൽ NCL, താലൂക്കിൽ നിന്നുള്ള NCL. അതെങ്ങനെയാണ്? സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറയും. സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള NCL സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ അക്ഷയ വഴി അപേക്ഷിക്കുക, അല്ലെങ്കിൽ ഈ പ്രോസ്പെക്ടസിന്റെ കൂടി ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നേരിട്ട് പോയി ഫില്ല് ചെയ്ത് വാങ്ങാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് മജോറിറ്റി കേസിലും അവർ നിങ്ങളോട് അക്ഷയ വഴി അപേക്ഷിക്കാൻ പറയും. ഓക്കെ, അങ്ങനെ എടുക്കാം. EWS ആണെങ്കിൽ താലൂക്കിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ്. ഇനി SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളതായിരിക്കണം ഇതൊക്കെ. ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ UDID പോലുള്ള ഡോക്യുമെന്റും. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് നീറ്റ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഡോക്യുമെന്റ് വേണം, ആരാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചുരുക്കം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ ചെറിയ അപ്ഡേഷൻസ് വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അപ്ഡേഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഫ്രീക്വന്റ്ലി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റി വഴിയും കിട്ടും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.